അങ്ങനെ എമ്പുരാൻ സംബന്ധിച്ച വാർത്ത എത്തുകയാണ്. മോഹൻലാൽ ചിത്രം എമ്പുരാന്റെ ആദ്യ ഷോ മാർച്ച് 27 രാവിലെ 6 മണിക്ക് സമൂഹ മാധ്യമത്തിലൂടെ മോഹൻലാൽ തന്നെയാണ് ഈ സമയം ആരാധകരെ അറിയിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി എഡ്വിൻ പൗലോസ് ചേരുന്നു. എഡ്വിൻ, ഒടുവിൽ എമ്പുരാന്റെ പ്രദർശന തീയതി ആയിരിക്കുന്നു. മോഹൻലാൽ തന്നെ വിവരം അറിയിച്ചിരിക്കുകയാണ്. പൃഥ്വിരാജ് ഈ പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടത്. പൃഥ്വിരാജ് എമ്പുരാനുമായി ബന്ധപ്പെട്ട പോസ്റ്റുകളൊന്നും ഷെയർ ചെയ്യുന്നില്ല എന്നുള്ളൊരു വിമർശനം അടുത്തിടെയായിട്ട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. എന്താണ് സ്ഥിതി? തീർച്ചയായും മലയാളി പ്രേക്ഷകർ, മോഹൻലാൽ ആരാധകർ ഏറ്റവും വലിയ ആവേശത്തോടെ കാത്തിരുന്ന ഒരു വാർത്ത തന്നെയാണ് 27 തീയതി രാവിലെ 6 മണിക്ക് എമ്പുരാൻ തിയേറ്ററുകളിൽ അവതരിക്കുന്ന വാർത്തയാണ് മോഹൻലാൽ തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത്. 2025 ഏറ്റവും പ്രതീക്ഷയോടെ തന്നെ കാത്തിരുന്ന ചിത്രം തന്നെയാണ് എമ്പുരാൻ. 2019 റിലീസായ ലൂസിഫറിൻ്റെ 2ാം ഭാഗം മുരളി ഗോപി രചിച്ച് പൃഥ്വിരാജിൻ്റെ സംവിധാനത്തിൽ മോഹൻലാലും ടൊവിനോയും പൃഥ്വിരാജും ഇന്ദ്രജിത്ത് അടക്കമുള്ളവർ പ്രധാന കഥാപാത്രം അവതരിപ്പിച്ച വമ്പൻ ഹിറ്റ് തന്നെയായിരുന്നു ചിത്രത്തിൻ്റെ 2ാം ഭാഗത്തിന്. അന്ന് മുതൽ തന്നെ പ്രേക്ഷകർ വലിയ കാത്തിരിപ്പായിരുന്നു. 2023 ചിത്രീകരണം ആരംഭിച്ച സിനിമ ഈ വർഷാരംഭം തന്നെ മാർച്ച് 27 പ്രദർശനത്തിലെത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഈ അടുത്ത ദിവസങ്ങൾ നടന്ന ചെറിയ പ്രതിസന്ധികൾ, ലൈക്ക പ്രൊഡക്ഷൻസുമായി ബന്ധപ്പെട്ട ചെറിയ പ്രതിസന്ധികൾ നിലനിന്നിരുന്നു. എന്നാൽ അതെല്ലാം മാറി ഗൂഗിൾ മൂവി സിനിമ വിതരണാവകാശത്തിനെടുത്തു. അതോടുകൂടി തന്നെയാണ് ഈ മാർച്ച് 27 സിനിമ തിയേറ്ററിൽ എത്തുമെന്നുള്ള കാര്യം മോഹൻലാൽ തന്നെ തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ അറിയിച്ചത്. രാവിലെ 6 മണിക്ക് തന്നെ ചിത്രത്തിൻ്റെ പ്രദർശനം കേരളത്തിലെ ലോകമെമ്പാടുള്ള തിയേറ്ററുകളിൽ ആരംഭിക്കുമെന്ന് തന്നെയാണ് മോഹൻലാൽ കുറിച്ചിരിക്കുന്നത്. മലയാളം, തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷകളിലായി ഇറങ്ങുന്ന സിനിമ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് എല്ലാ പ്രേക്ഷകരും ആരാധകർ കാത്തിരിക്കുന്നത്. ഈ 2025 തന്നെ ഏറ്റവും വലിയ പണമാരി ചിത്രമാകാൻ സാധ്യതയുള്ള, എന്നാൽ ഏറ്റവും കൂടുതൽ ആരാധകർ കാത്തിരിക്കുന്ന, ഏറ്റവും പ്രതീക്ഷയോടെ തന്നെ ആളുകൾ കാത്തിരിക്കുന്ന സിനിമ തന്നെയാണ് എമ്പുരാൻ. സിനിമയുടെ പ്രൊമോഷൻ മെറ്റീരിയൽ തന്നെ വളരെ ശ്രദ്ധേയമായിരുന്നു. ഓരോ ദിവസവും ഓരോ ക്യാരക്ടർ പോസ്റ്റേഴ്സ് പുറത്തിറക്കുന്നു, അത് സെപ്പറേറ്റ് വീഡിയോ ഇറക്കുന്നു. അത്തരത്തിൽ ഓരോ ദിവസവും പ്രേക്ഷകർക്കിടയിലേക്ക് ചിത്രത്തിൻ്റെ ആവേശം ജനിപ്പിക്കുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ വിദേശ ഭാഷയിൽ നിന്ന് ഒരുപാട് താരങ്ങളെ അവതരിപ്പിക്കുന്നു. ഇത്തരത്തിൽ ഓരോ ദിവസവും പ്രതീക്ഷകൾ പ്രേക്ഷകർക്ക് നൽകി വലിയ ആവേശത്തോടുകൂടി തന്നെ മാർച്ച് 27 രാവിലെ 6 മണിക്ക് തന്നെ മോഹൻലാൽ ആരാധകർ തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്. അത്തരത്തിൽ തന്നെ വലിയ ആവേശത്തോടുകൂടി തന്നെ എല്ലാവരും തന്നെ എമ്പുരാൻ്റെ വരവിനെ കാത്തിരിക്കുകയാണ്. ലക്ഷ്മി, ഒരുപക്ഷെ അടുത്തൊന്നും മലയാളത്തിൽ ഇങ്ങനെ അടുത്ത കാലത്തൊന്നും ഒരു പടം ഇറങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ? ഇങ്ങനെ ഒരു കാത്തിരിപ്പോടെ ഇങ്ങനെ ഒരു വമ്പൻ ചിത്രമായി അല്ലേ? തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2019 റിലീസായി ലൂസിഫർ, അന്ന് മുതൽ തന്നെ എമ്പുരാൻ്റെ വരവിന് വേണ്ടി ആളുകൾ കാത്തിരിക്കുകയാണ്. ആരാണ് ഖുറേഷി എബ്രഹാം? സ്റ്റീഫൻ നെടുമ്പള്ളി എങ്ങനെ ഖുറേഷി എബ്രഹാമായി? അല്ലെങ്കിൽ ഖുറേഷി എബ്രഹാമാണോ സ്റ്റീഫൻ നെടുമ്പള്ളി? എന്നതരത്തിലുള്ള ഒരുപാട് ചർച്ചകളും കാര്യങ്ങളും അന്ന് മുതൽ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ മറ്റും നിറഞ്ഞു നിന്നിരുന്നു. ഇതിനെല്ലാം ഉത്തരമായിരിക്കും 2ാം ഭാഗമായി പുറത്തിറങ്ങുന്ന എമ്പുരാൻ നൽകുന്നത്. ഇതിൻ്റെ 3ാം ഭാഗം ഇതിൻ്റെ പിന്നാലെ തന്നെ ഉണ്ടാകുന്ന ഒരു അറിയിപ്പ് കൂടി മുൻകൂട്ടി പ്രഖ്യാപിച്ചത്. അതായത് 3 ഭാഗങ്ങളിൽ ഇറങ്ങുന്ന സിനിമയുടെ 2ാം ഭാഗമാണ് എമ്പുരാൻ പുറത്തിറങ്ങുന്നത്. നേരത്തെ ലക്ഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ 2025 പ്രേക്ഷകർ ഏറ്റവും അധികം ആവേശത്തോടെ കാത്തിരിക്കുന്ന സിനിമ തന്നെയാണ് എമ്പുരാൻ. മാർച്ച് 27 സിനിമ തിയേറ്ററിൽ എത്തുന്നതോടുകൂടി തന്നെ ഈ വർഷത്തെ ഏറ്റവും വലിയ പണമാരി ചിത്രമാകാനും ഏറ്റവും അധികം പ്രേക്ഷകർ കാത്തിരിക്കുന്ന സിനിമ കൂടിയായ എമ്പുരാൻ കളക്ഷൻ റെക്കോർഡുകൾ ഭേദിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ലക്ഷ്മി, എഡ്വിൻ, ഏതാണ്ട് ഈ എമ്പുരാൻ കൂടി വിജയമായി കഴിഞ്ഞാൽ പൃഥ്വിരാജ് ഒരു സംവിധായകൻ എന്ന നിലയിൽ കൂടി കയ്യൊപ്പ് പതിക്കുന്നത് നമുക്ക് കാണേണ്ടി വരും അല്ലേ? അങ്ങനെ ആയിരിക്കും അത് വിലയിരുത്തപ്പെടുക എന്ന് തോന്നുന്നു. ഒരു നടൻ എന്ന നിലയിൽ ഉപരി ഒരു സംവിധായകനും കൂടിയായി ആ മേലങ്കി കൂടി കൃത്യമായി അദ്ദേഹത്തിൽ കിട്ടുന്നു എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ അത്രയധികം ചിത്രങ്ങളില്ലല്ലോ പൃഥ്വിരാജിന്റെ പേരിൽ. ലക്ഷ്മി, 2019 ലൂസിഫറിലൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രത്തിലൂടെ തന്നെ അദ്ദേഹം ആ ഒരു മികച്ചൊരു സംവിധായകനാണ് താനെന്ന ഒരു അറിയിപ്പ് നൽകിയതാണ്. കാരണം ഒരു പുതുമുഖ സംവിധായകൻ്റെ യാതൊരു പരിചയക്കുറവുമില്ലാതെ തന്നെ ആ വർഷത്തെ തന്നെ ഏറ്റവും വലിയ സിനിമയായ ലൂസിഫർ 200 കോടിയോളം കളക്ഷനാണ് തിയേറ്ററിൽ നിന്നും സിനിമ നേടിയതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ആദ്യ ചിത്രം തന്നെ അത്ര വലിയ താരത്തെ വെച്ച് വലിയ ക്യാൻവാസിൽ നമ്മുടെ മലയാളത്തിൽ ആ അടുത്ത് ചിത്രീകരിച്ച ഏറ്റവും വലിയ ജൂനിയർ ആർട്ടിസ്റ്റുകളെ അണിനിർത്തി അത്രയധികം ക്രൗഡിൽ ചിത്രീകരിച്ച മറ്റൊരു സിനിമ ആ കാലത്ത് ഇറങ്ങിയിരുന്നില്ല. അത്തരത്തിൽ വലിയൊരു സിനിമ പുറത്തിറക്കിയ സംവിധാനം ചെയ്ത മോഹൻലാൽ പൃഥ്വിരാജ് അന്ന് തന്നെ അറിയിച്ചതാണ് താനൊരു മികച്ച സംവിധായകനാണ്, മികച്ച ടെക്നീഷ്യനാണെന്നുള്ളതല്ല. അത് ഒന്നുകൂടി തന്നെ അരക്കുറപ്പിക്കുന്ന തരത്തിലായിരിക്കാം എമ്പുരാൻ്റെ വരവ്. കാരണം മലയാള സിനിമ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ക്യാൻവാസിലാണ് സിനിമ ഒരുങ്ങുന്നത്. ഇന്ത്യ അടക്കമുള്ള വിവിധ വിദേശ ഭാഷകളിലും വിദേശ രാജ്യങ്ങളിലും ചിത്രീകരിച്ച സിനിമ പുറത്തിറങ്ങുമ്പോൾ മലയാളം കണ്ട ഏറ്റവും വലിയ സിനിമകളിൽ ഒന്നായി തന്നെ എമ്പുരാൻ മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്തരത്തിൽ പൃഥ്വിരാജ് പുതിയൊരു തരത്തിലേക്ക്, അല്ലെങ്കിൽ താൻ മലയാളത്തിലെ എണ്ണം പറഞ്ഞ സംവിധായകർ ഒരാളായിരിക്കുമെന്ന് ഒന്നുകൂടി ഉറപ്പിക്കുന്ന തരത്തിലായിരിക്കും എന്ന പ്രതീക്ഷയോട് തന്നെയാണ് എല്ലാ പൃഥ്വിരാജ് ആരാധകരും കാത്തിരിക്കുന്നത്. ലക്ഷ്മി.
തീർച്ചയായും പൃഥ്വിരാജിന്റെ ഒരു ദൗത്യവും അത് തന്നെയാണ്. ഒരു അഭിനേതാവ് എന്നതിലുപരി ഒരു സംവിധായകനായി കൂടി കയ്യൊപ്പ് പതിപ്പിക്കുക എന്നുള്ളത്. എഡ്വിൻ പയോലോസ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. അങ്ങനെ മാർച്ച് 27 എമ്പുരാൻ എത്തുകയാണ്.